ഹലോ മീഡിയ ഫാമസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മീഡിയ ഫാമസ് 7/11/2025 പ്രൊലെ ഫാം റേറ്റ് അപ്ഡേഷൻ വീഡിയോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മീഡിയ ഫാമസ് ഇന്നത്തെ ഫാം റേറ്റൊക്കെ നോക്കുന്നതിന് മുമ്പ് ചെറിയ ടിപ്സ് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പൊതുവെ ഫാമേഴ്സ് പറയാറുണ്ട് ഫിനിഷർ കൊടുക്കുന്ന സമയമാകുമ്പോഴേക്കും കോഴി വല്ലാതെ ഫീഡ് കൊത്തിക്കളയുന്നു, അതുപോലെ തന്നെ ദഹന പ്രശ്നമുണ്ട്, ഫീഡ് എടുക്കൽ കുറവാണെന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കാൻ പറ്റും. അതായത് നമ്മൾ ഫിനിഷർ കൊടുക്കുന്ന ഒരു 3 ദിവസം മുമ്പ് തന്നെ നൈറ്റ് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ എന്തെങ്കിലും പ്രോബയോട്ടിക്സ് നമ്മൾ കൊടുത്ത് നോക്കുക. അതേപോലെ തന്നെ പ്രൊബയോട്ടിക്സ് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തന്നെ വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ദഹനം നടത്താനുള്ള ആ ഒരു ടെൻഡൻസി കുറച്ചുകൂടെ കൂടി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്നെ അതല്ല, നമ്മൾ ഏതെങ്കിലും കേസിൽ നമുക്ക് ആ ഒരു ഫിനിഷർ കൊടുക്കുന്ന സമയത്ത് ഫിനിഷർ കൊത്തിക്കളയാൻ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ 1 ലിറ്ററിലേക്ക് 1 കിലോ കല്ലുപ്പ് ജസ്റ്റ് ഇട്ട് നോക്കുക. എന്നിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫിനിഷർ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇനി അതല്ല, എന്നിട്ടും കുറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഫിനിഷർ ഒരു 30 ദിവസം കഴിഞ്ഞിട്ട്, 29-30 ദിവസം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നം ഒരു പരിധിയിലേക്ക് നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ മൈഡിയ ഫാമസ് ഇതാണ് ഇതായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ പ്രോബയോട്ടിക്സ് എങ്ങനെ ഉണ്ടാക്കാം, വിവിധതരം പ്രോബയോട്ടിക്സ് നമ്മൾ ഓൾറെഡി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കുന്ന പ്രോബയോട്ടിക്സിനെ സംബന്ധിച്ച് നമ്മുടെ ഒരു വീഡിയോ ഇതിന് മുമ്പ് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ മൈഡിയ ഫാമസ് ഇന്നത്തെ ഫാം റേറ്റൊക്കെ എങ്ങനെ വന്നാക്കുന്നത് നോക്കിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ DFMS നമുക്ക് ഈ ഒരു ഇൻകാർട്ടസിൻ്റെ ബൾബ് സെറ്റ് ചെയ്യാനുള്ള സെറാമിക് ഹോൾഡർ, അതായത് സാധാരണ രീതിയിലുള്ള ഹോൾഡറല്ല നമ്മളവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഹോൾഡർ നമുക്ക് വേണമെങ്കിൽ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ഒരു അഫിലിയേറ്റഡ് ലിങ്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ ആ ഒരു ഫോട്ടോയുടെ താഴെ കാണുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് കാണാനും ബൈ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. നാളെ വീണ്ടും കാണാം. ഗുഡ് ബൈ.